ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വികാരങ്ങൾ എന്തുതന്നെയായാലും, സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും, പുലർച്ചെ 3 മണിക്ക് ഈ ശക്തമായ പ്രാർത്ഥന വിശ്വസ്തയോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ചൊല്ലുക. ആത്മാർത്ഥമായി പറയുക, യേശു നിങ്ങളുടെ ജീവിതത്തെ വളരെ സവിശേഷവും ആഴമേറിയതുമായ രീതിയിൽ മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയ പോലെയാകില്ല. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനും സുവിശേഷം പ്രചരിപ്പിക്കാനും കൂടുതൽ ജീവിതങ്ങൾ മാറ്റാനും എന്നെ സഹായിക്കുന്നതിന് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഇത് ഷെയർ ചെയ്യുക. പുലർച്ചെ 3 മണിക്ക് ഈ ശക്തമായ പ്രാർത്ഥന ചൊല്ലിയ ശേഷം ആമേൻ എന്ന വാക്കുപയോഗിച്ച് കമൻറ്റ് രേഖപ്പെടുത്തുമല്ലോ. പുലർച്ചെ 3 മണിക്ക് നിങ്ങൾ ഉണരുമ്പോൾ ഈ പ്രാർത്ഥനയിൽ സ്വയം വസ്ത്രം ധരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം തേടാനും നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവ സർവശക്തൻ്റെ നിരീക്ഷണത്തിൽ സുരക്ഷിതമാക്കാനും ഈ സമയം ഉപയോഗിക്കുക. ഈ പ്രാർത്ഥനാ സമയം ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണ്, ഒരു പരിചയമാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരെയല്ല, മറിച്ച് വാഴ്ചകൾക്കെതിരെയാണ്, ശക്തികൾക്കെതിരെയാണ്, ഈ യുഗത്തിലെ അന്ധകാരത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരെയാണ്, സ്വർഗസ്ഥരായ ദുഷ്ടാത്മാക്കൾക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത് എന്നാണ്. അതിനാൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഈ പുണ്യ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നിനും തുളച്ചുകയറാൻ കഴിയാത്ത ഒരു സംരക്ഷണ വേലി പണിയുന്നുണ്ട് എന്നറിയുക. ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുന്ന എല്ലാവരോടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, നിൻ്റെ ദിവ്യ സംരക്ഷണവും മോചനവും തേടി എളിമയുള്ളതും അനുദപിക്കുന്നതുമായ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. കഷ്ടകാലങ്ങളിൽ നീ എൻ്റെ സങ്കേതവും കോട്ടയുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ശക്തിയും നന്മയും ഞാൻ അംഗീകരിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെയും തകർക്കാനും, എല്ലാ തിന്മകളെയും പരാജയപ്പെടുത്താനും, എല്ലാ അന്ധകാരങ്ങളെയും മറികടക്കാനും നിനക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള നിൻ്റെ പരമാധികാരം ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെയും കുരിശിൽ യേശു ക്രിസ്തു നേടിയ വിജയത്തിൻ്റെയും അധികാരത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. കൃപയുള്ള പിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിൻ്റെ ദിവ്യ ഇടപെടൽ തേടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു. വളരെ കാലമായി എന്നെ അടിമത്തത്തിൽ പിടിച്ചിരിക്കുന്ന അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് നിൻ്റെ സംരക്ഷണത്തിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഷ്ടശക്തികളെയും, എല്ലാ ശാപങ്ങളെയും, എല്ലാ മന്ത്രങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളെയും എൻ്റെ ജീവിതത്തിൽ തകർക്കാനും ശക്തിയില്ലാത്തതാക്കാനും ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തപരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട എല്ലാ തലമുറകളുടെ ശാപങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഭൂതകാലത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ നെഗറ്റീവ് പാറ്റേണുകളും, എല്ലാ ആസക്തിയുടെ ചക്രങ്ങളും, നിൻ്റെ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത അനുഭവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ഞാൻ തകർക്കുന്നു. സ്വാതന്ത്ര്യത്തിലും വിജയത്തിലും നടക്കാൻ ശക്തിയുള്ള ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ ക്ഷമ പുറത്തുവിടുന്നു. കർത്താവേ, എൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ ഏതൊരു കയ്പും, നീരസവും അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തതുമെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. വിഷലിപ്തമായ ബന്ധങ്ങളിലേക്കോ അനാരോഗ്യകരമായ സ്വാധീനങ്ങളിലേക്കോ എന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മബന്ധങ്ങളെയും അനാരോഗ്യകരമായ ബന്ധങ്ങളെയും ഞാൻ തകർക്കുന്നു. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും അനുരഞ്ജിപ്പിക്കാനും സമഗ്രതയും ഐക്യവും കൊണ്ടുവരാനും ഞാൻ നിൻ്റെ രോഗശാന്തി സ്പർശനം ആവശ്യപ്പെടുന്നു. കർത്താവേ, ദൈവമേ, എൻ്റെ മനസ്സിനും ചിന്തകൾക്കും വികാരങ്ങൾക്കും മേലുള്ള എൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വേദനിപ്പിച്ച ഭയം, ഉത്കണ്ഠ, വിഷാദം എന്നിവയുടെ എല്ലാ ആത്മാവിനെയും ഞാൻ ശാസിക്കുന്നു. എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ ധാരണകളെയും മറികടക്കുന്ന നിൻ്റെ സമാധാനത്താൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു. നിൻ്റെ സത്യവുമായി പൊരുത്തപ്പെടാത്ത എല്ലാ ചിന്തകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ ചിന്തകൾ ഞാൻ പകരം വയ്ക്കുന്നു. എൻ്റെ ഭൗതിക ശരീരത്തിന്മേലുള്ള നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശരീരം അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അത് വിശുദ്ധവും അങ്ങേക്ക് സ്വീകാര്യവുമായ ഒരു ജീവനുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആരോഗ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ച എല്ലാ രോഗങ്ങളെയും ബലഹീനതകളെയും ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ ആണിപ്പാടുകളാൽ ഞാൻ സുഖം പ്രാപിച്ചു പൂർണ്ണനാക്കപ്പെട്ടു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും കലകളിലേക്കും അവയവങ്ങളിലേക്കും ഞാൻ ജീവനും ആരോഗ്യവും സംസാരിക്കുന്നു.
എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രോഗശാന്തി ശക്തി എന്നിലൂടെ ഒഴുകാൻ ഞാൻ വിടുന്നു. എന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ചൈതന്യത്തിലേക്കും പുനഃസ്ഥാപിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിൻ്റെ ദിവ്യ കരുതലിനും സമൃദ്ധിക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ ദാതാവാണെന്നും മഹത്വത്തിൽ നിൻ്റെ സമ്പത്തിനനുസരിച്ച് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുവെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. സമൃദ്ധിയുടെ ആത്മാവിനെ ഞാൻ വിടുവിക്കുന്നു. ഒരു അനുഗ്രഹമാകാൻ ഞാൻ ഭാഗ്യവാനാണ്. നിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ ഉദാരമായി വിതയ്ക്കുന്നു. ഞാൻ നിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു ചാനലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നിൻ്റെ സമൃദ്ധി എന്നിലൂടെ ഒഴുകുന്നു. ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നിൻ്റെ ദിവ്യജ്ഞാനത്തിനും വിവേചന അധികാരത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതിയുടെ പാതകളിൽ നടക്കാൻ എനിക്ക് കഴിയേണ്ടതിന് നിൻ്റെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ. വഞ്ചനയിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും എല്ലാ സത്യത്തിലേക്കും എന്നെ നയിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ധാരണയും വ്യക്തതയും നൽകണമേ. ശത്രുവിൻ്റെ മറഞ്ഞിരിക്കുന്ന കെണികളും അപകടങ്ങളും കാണാൻ എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണം. കർത്താവേ, അവ ഒഴിവാക്കാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. കർത്താവേ, എൻ്റെ ബന്ധങ്ങളിലും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലും നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്നും കൃത്രിമ വ്യക്തികളിൽ നിന്നും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ വിശ്വാസയാത്രയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവീക സൗഹൃദങ്ങൾ, ഉപദേഷ്ടാക്കൾ, ഉപദേശകർ എന്നിവരാൽ എന്നെ ചുറ്റിപ്പിടിക്കുക. വ്യത്യസ്ത വ്യക്തിത്വങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കാൻ എനിക്ക് വിവേചന ശക്തി നൽകണമേ. എപ്പോഴും സ്നേഹം, കൃപ, ക്ഷമ എന്നിവ നൽകുന്നു. പിതാവേ, എൻ്റെ ആത്മീയ നടത്തത്തിലും വളർച്ചയിലും അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ആക്രമണങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള എൻ്റെ ഗ്രാഹ്യം ആഴത്തിലാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ എന്നെ പുതുതായി നിറയ്ക്കണമേ. അങ്ങയുടെ സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന വ്യാജ ഉപദേശങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ നാമത്തെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, ഭാവി എന്നിവയ്ക്ക് മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ പദ്ധതികളും ആഗ്രഹങ്ങളും അങ്ങയുടെ പൂർണ്ണമായ ഇച്ഛയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കാലടികൾ നയിക്കണമേ. എൻ്റെ പാതകൾ നയിക്കണമേ. എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ ഉദ്ദേശവുമായി പൊരുത്തപ്പെടുന്ന അവസരങ്ങളുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരണമേ. ശ്രദ്ധ മാറ്റുന്നതിൽ നിന്നും നിരുത്സാഹത്തിൽ നിന്നും സംശയത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുക. മുന്നോട്ടുള്ള പാത അനിശ്ചിതത്വത്തിൽ തോന്നുമ്പോഴും വിശ്വാസത്തിലും പ്രത്യാശയിലും നടക്കാൻ എന്നെ സഹായിക്കണമേ. കൃപയുള്ള ദൈവമേ, എൻ്റെ സാമ്പത്തികത്തിനും വിഭവങ്ങൾക്കും മേലുള്ള നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കരുതലുകളുടെയും ഉറവിടം നീയാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള നിൻ്റെ സമൃദ്ധമായ കരുതലിൽ ഞാൻ ആശ്രയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇല്ലായ്മയുടെയും സാമ്പത്തിക അടിമത്തത്തിൻ്റെയും ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. സമൃദ്ധിയുടെ ആത്മാവിനെ ഞാൻ മോചിപ്പിക്കുന്നു. നീ എനിക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളുടെ നല്ല കാര്യസ്ഥനാകാൻ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജ്ഞാനവും വിവേചനാധികാരവും ഞാൻ ആവശ്യപ്പെടുന്നു. കർത്താവേ, എൻ്റെ ഉദ്ദേശത്തിനും വിളിക്കും മേലുള്ള നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്നും നിരുത്സാഹത്തിൽ നിന്നും നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ തടയാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. നീ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച സ്വപ്നങ്ങളും ദർശനങ്ങളും പിന്തുടരുവാൻ എനിക്ക് ധൈര്യവും ബലവും സ്ഥിരോത്സാഹവും നൽകണമേ. താരതമ്യം, സ്വയം സംശയം, പരാജയ ഭയം എന്നിവയിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. നിൻ്റെ രാജ്യത്തിനായി ഒരു പ്രധാന സ്വാധീനം ചെലുത്തിക്കൊണ്ട് എൻ്റെ വിളിയുടെ പൂർണ്ണതയിൽ നടക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പിതാവേ, എൻ്റെ ആത്മീയ കവചത്തിൻ്റെ മുകളിൽ നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ അരപ്പട്ട, നീതിയുടെ കവചം, സമാധാനത്തിൻ്റെ ചെരുപ്പ്, വിശ്വാസത്തിൻ്റെ പരിച, രക്ഷയുടെ ശിരസ്ത്രം, ആത്മാവിൻ്റെ വാൾ എന്നിവ എന്നെ ധരിപ്പിക്കണമേ. ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാനും എല്ലാ പ്രലോഭനങ്ങളെയും ചെറുക്കാനും നിൻ്റെ വചനത്തോടുള്ള അനുസരണത്തിൽ നടക്കാനും എന്നെ സഹായിക്കണമേ. ആത്മീയ യുദ്ധത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും എന്നെ കാക്കാനും പ്രതിരോധിക്കാനും നിൻ്റെ ദൂതന്മാരുടെ സൈന്യത്താൽ എന്നെ ചുറ്റിപ്പിടിക്കുകയും ചെയ്യണമേ. എൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും മേൽ നിൻ്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ജീവൻ, പ്രോത്സാഹനം, ആത്മീക വർധന എന്നിവ സംസാരിക്കാൻ എന്നെ സഹായിക്കൂ. ഗോസിപ്പ്, അപവാദം, ദോഷകരമായ വാക്കുകൾ എന്നിവയിൽ നിന്ന് എൻ്റെ നാവിനെ സംരക്ഷിക്കൂ. എൻ്റെ വാക്കുകൾ കൃപയാൽ നിറഞ്ഞതും ഉപ്പിനാൽ രുചികരവുമായിരിക്കട്ടെ. എൻ്റെ ചുറ്റുമുള്ളവർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകട്ടെ.
ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. അങ്ങനെ ഞാൻ സത്യസന്ധതയോടെ നടക്കുകയും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ സ്നേഹവും സത്യവും പ്രതിഫലിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, എൻ്റെ യാത്രകളിലും നിന്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ വരവുകളിലും പോക്കുകളിലും എന്നെ സുരക്ഷിതമായി നയിക്കണമേ. അപകടങ്ങൾ, പ്രതികൂല സംഭവങ്ങൾ, അപ്രതീക്ഷിത അപകടങ്ങൾ എന്നിവയിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. നിന്റെ സാന്നിധ്യത്താൽ എന്നെ ചുറ്റിപ്പിടിച്ച് നിന്റെ കൈപ്പത്തിയിൽ എന്നെ സൂക്ഷിക്കണമേ. എൻ്റെ കാലടികളെ ക്രമീകരിക്കണമേ. ജ്ഞാനപൂർവമായ തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും എടുക്കാൻ എനിക്ക് വിവേചന അധികാരം നൽകണമേ. എൻ്റെ മനസ്സിൻ്റെയും ചിന്തകളുടെയും ഭാവനകളുടെയും മേൽ നിന്റെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ നുണകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ മനസ്സിനെ നിന്റെ സത്യം കൊണ്ട് നിറയ്ക്കണമേ. എന്നെ ഉള്ളിൽ നിന്ന് പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. നെഗറ്റീവ് ചിന്താഗതികളിൽ നിന്നും, വേവലാതികളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുക. സത്യവും ശ്രേഷ്ഠവും നീതിയുക്തവും നിർമ്മലവും മനോഹരവും നല്ല വാർത്തയുള്ളതുമായ കാര്യങ്ങളിൽ എൻ്റെ ചിന്തകൾ ഉറപ്പിക്കാൻ എന്നെ സഹായിക്കൂ. പിതാവേ, എൻ്റെ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ നിന്നും കാലതാമസത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കുക. അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെ ചുറ്റിപ്പിടിക്കുകയും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ നീ എനിക്ക് തുറക്കുകയും ചെയ്യണമേ. ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് എൻ്റെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയും ഉത്സാഹത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും അവയെ പിന്തുടരാനുള്ള ജ്ഞാനവും ശക്തിയും എനിക്ക് നൽകണമേ. എൻ്റെ ആത്മീയ ജീവിതത്തിന്മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ അന്ധതയിൽ നിന്നും കേൾവിക്കുറവിൽ നിന്നും എന്നെ സംരക്ഷിക്കൂ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ നേതൃത്വം എന്നിവ ഗ്രഹിക്കാൻ എൻ്റെ കണ്ണുകളും കാതുകളും തുറക്കണമേ. ദൈവമേ, അങ്ങുമായുള്ള എൻ്റെ അടുപ്പത്തെ തടസ്സപ്പെടുത്തുന്ന ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുക. അങ്ങയുമായി ആഴത്തിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാനും അങ്ങയുമായി സാന്നിധ്യത്തിൽ വസിക്കാനും അങ്ങയുടെ ആത്മാവിനനുസരിച്ച് നടക്കാനും എന്നെ സഹായിക്കൂ. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരെ സംരക്ഷിക്കണമേ. ഉപദ്രവം, അപകടം, ദുഷ്ടസ്വാധീനങ്ങൾ എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി അവരുടെ ചുറ്റും പാളയമടിച്ചിരിക്കുന്ന നിന്റെ ദൂതന്മാരാൽ അവരെ വലയം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും നിന്റെ സമാധാനവും സന്തോഷവും അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ നിന്റെ ദിവ്യ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. നീ എൻ്റെ ശക്തമായ ഗോപുരവും പരിചയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ അചഞ്ചലമായ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു. എനിക്കെതിരെ രൂപപ്പെടുത്തിയ ഒരു ആയുധവും വിജയിക്കില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിൽ എനിക്കുള്ള അധികാരത്തിലും വിജയത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്നു. യേശുവിൻ്റെ ശക്തവും മഹത്വവുമേറിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് നന്ദി പറയുകയും ഈ പ്രാർത്ഥന അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആമേൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലുണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. 7 ദിവസത്തേക്ക് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് 7 എന്ന സംഖ്യയ്ക്ക് ദൈവരാജ്യത്തിൽ കാര്യമായ അർത്ഥമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് പലപ്പോഴും പൂർണ്ണത അല്ലെങ്കിൽ ദൈവിക പൂർത്തീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിശുദ്ധ സംഖ്യയും കൂടിയാണ്. അതിനാൽ അടുത്ത 7 ദിവസത്തേക്ക് ഈ ചാനലിൽ പുലർച്ചെ 3 മണിക്ക് നടക്കുന്ന പ്രാർത്ഥന ചൊല്ലാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കിടുമല്ലോ. കൂടാതെ പുലർച്ചെ 3 മണിക്ക് നടക്കുന്ന ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹവും സംരക്ഷണവും ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുമല്ലോ. യേശുവിൻ്റെ മഹത്തായ നാമത്തിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധമായും ശക്തമായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.